ഫിനാൻഷ്യലി ഹസ്ബൻഡിനെ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അവരെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്. അതുപോലെ ഈ ഗൾഫിലെ വീട്ടമ്മമാർ നേരിടുന്ന പലതരം പ്രശ്നങ്ങളുണ്ടല്ലോ, അതിലേത് തരം പ്രശ്നങ്ങളാണ് കൂടുതൽ അഫ്രൂസിൻ്റെ അടുത്ത് വരാറുള്ളത്? ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വീട്ടമ്മമാരാണ് എൻ്റെ ക്ലയൻസ് അധികവും. അവർ സെൽഫ്ലെസ്സായി അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു വിഭാഗക്കാരാണ്. പക്ഷേ അവരുടെ കാര്യം വരുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു അപ്രിസിയേഷൻ കൊടുക്കാനോ അവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാനോ ആർക്കും ടൈമില്ല എന്നുള്ളതാണ് സത്യം. നല്ലൊരു ഫുഡ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ ഇമോഷണലി അവർ ലോ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ വരെ ആളില്ല. ഹസ്ബൻഡ് അവരുടെ സമയം മിക്കപ്പോഴും ഓഫീസിലും ട്രാഫിക്കിലും ഒക്കെ ആയിട്ട് ബിസിയാണ്. മക്കളാണെങ്കിൽ അവരുടെ ലോകത്താണ്. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ അധികവും എക്സോസ്റ്റഡ് ആണ്. മിക്കവരും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ അവർക്ക് പല കാരണങ്ങളുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഹസ്ബൻഡിനെ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അവരെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ പോലും സൊസൈറ്റിയുടെ ജഡ്ജ്മെൻറ്റ് പേടിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട് അവർക്ക്. ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് വരുന്ന സ്ത്രീകൾക്ക് എന്ത് സൊല്യൂഷനാണ് കൊടുക്കാൻ പറ്റുക? ഇങ്ങനത്തെ സ്ത്രീകളോട് ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ സ്വന്തത്തിനെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കണം. എങ്ങനെയെങ്കിലും ഒഴുക്കിനനുസരിച്ച് പോകാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടുതലും നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടും. നമ്മുടെ ലൈഫിൽ നമ്മൾ അധിക സമയവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമും മൈൻഡും ചിലവഴിക്കുന്നത്. അതിന് പകരം നമ്മുടെ കാര്യങ്ങളിൽ എല്ലാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ രാത്രി വരെയുള്ള കാര്യങ്ങൾ നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.